ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ജാനകിയുടെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകിയുടെ അമ്മയെ കാണാനിട്ട് അഭിയും ജാനകിയും കൂടെ എല്ലായിടത്തും നോക്കുന്നുണ്ട്. അഭിയും സക്കീർ ഭായും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ആരാണ് സംശയം, എന്താണ് കാര്യം എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എന്താ പറയണ്ടേന്ന് പറയുകയാണെങ്കിൽ ഉള്ള കാര്യം മുഴുവൻ പറയണ്ടേന്ന് വിചാരിച്ചിട്ട് അവർ കംപ്ലൈൻറ്റ് കൊടുക്കാണ്ട് അവിടെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി പറയാണ്, ഇത് തമ്പിയാണ് ചെയ്തത്, തമ്പിയുടെ ആളുകളുടെ കയ്യിൽ എൻ്റെ അമ്മയുണ്ട് എന്നും പറഞ്ഞിട്ട് ജാനകി കരയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇത് തമ്പിയാണ് ചെയ്തത് എന്ന് നമ്മൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശയിക്കാനിടയായ കാരണങ്ങളൊക്കെ അവർ ചോദിക്കും. അപ്പോൾ എല്ലാം പറയേണ്ടി വരും എന്ന് പറയാം. അപ്പോൾ വീട്ടിലൊരു CCTV ഇല്ലാണ്ട് പോയി, അത് ഭയങ്കര കഷ്ടമായി എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതിയുടെ പിന്നാലെ നമ്മുടെ ജാനകിയുടെ അമ്മ പോവാണ്. അങ്ങനെ കാരുണ്യദീപത്തിൽ എത്തിയിട്ടും നമ്മുടെ ജാനകിയുടെ അമ്മ പിന്നാലെ ഒന്നും പോണില്ല. സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെയെങ്കിലും ഇവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അവരെ വീട്ടിലാക്ക്, കണ്ടിട്ട് നല്ല കുടുംബത്തിലുള്ളതാന്ന് തോന്നുന്നുണ്ടെന്ന് പറയാം. പക്ഷേ സെക്യൂരിറ്റിക്കാരനും ചോദിച്ചിട്ടും ഒന്നും പറയാത്തതുകൊണ്ട് അവരെ ഗേറ്റിന് പുറത്തേക്ക് ആക്കാണ്. പിന്നീട് പ്രഭാവതിയും അച്ഛമ്മയും കൂടെ കാണാണ്. അങ്ങനെ നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ട്. അമ്മ വന്ന അതേ വഴിക്ക് തന്നെ ഞാനും വന്നു, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അപർണ എന്നെ തല്ലാൻ വേണ്ടി കയ്യോങ്ങിയെന്നൊക്കെ പ്രഭാവതി പറയാണ്. ശേഷം പ്രഭാവതിയെ തിരഞ്ഞിട്ട് നമ്മുടെ അജയും നിരഞ്ജനയും അമലും കൂടി ഓൾഡ് ഏജ് ഹോമിലേക്ക് വരാണ്. പ്രഭാവതിക്ക് ഇനി ഒരു കുറവും വരുത്താണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിരഞ്ജനയുടെ അടുത്ത് നമ്മുടെ പ്രഭാവതി പറയാണ്, ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ പിന്നാലെ ഒരു മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിനുശേഷം ആ നിരഞ്ജനയ്ക്ക് ഒരു സംശയം തോന്നാണ്, ഇത് ജാനകിയുടെ അമ്മയാണോ എന്ന്. അങ്ങനെ ജാനകിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ശേഷം ജാനകിയും അഭിയും സക്കീർ ഭായും കൂടെ നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെല്ലാണ്. ആ പോകുന്ന വഴിയിൽ നമ്മുടെ രാധാമണീനെ ഇവർ കാണുന്നുണ്ട്. അങ്ങനെ നകുലൻ്റെ ആൾക്കാർ രാധാമണീനെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്